ഹോസ്റ്റലിൽ നിന്ന് കെട്ടിപ്പറക്കി കൊണ്ടുവന്ന ബാഗിൻ്റെ അകത്ത് തന്നെയൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയായിരുന്നു കേട്ടോ. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനി ട്രോളിക്കകത്ത് എന്താണ്ടിക്കോ വാരിപ്പറക്കി കെട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ കൊള്ളേ നോക്കുക. ഇതിന് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു എന്തോ. ഇത് തുറക്കാൻ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. ജാമായി പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഫുള്ള് ഡ്രസ്സാണ്. കുറേ പഴയ ഡ്രസ്സുകളും അലക്കാത്തും അതും ഇതൊക്കെ ആയിട്ടാണ് ഇങ്ങ് പോകുന്നത്. ഇനി അത് ഓരോന്നെല്ലാം എടുത്ത് പിറക്കി വെച്ച് അലക്കൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു നഖം ഒടിഞ്ഞു പോയിടാ. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. എൻ്റെ 2-3 വർഷം പഴക്കമുള്ളൊരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഡ്രസ്സ് ഇതിന് മാത്രം ഡ്രസ്സ് അവിടെ നിന്ന് കെട്ടിപ്പറിക്കൊണ്ട് വരണ്ടാന്ന് വരെ തോന്നി. ഇതേ പഴയ കുറേ ബാഗുകളൊക്കെ എല്ലാം ഒന്നും ഞാൻ അവിടെ വെച്ചില്ല. എല്ലാം ഇനി എൻ്റെ വീട്ടിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു ധാരണയില്ല. പിന്നെ ഈ ബാഗിനെ പറ്റി 2 വാക്ക് പറയാട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഇതൊരു 3 സെറ്റായിട്ടാട്ടോ കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാട്ടോ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ബാഗ്. ഇതിൻ്റെ ഒരു 2 എണ്ണം, ഒരു മീഡിയം സൈസ് ഉണ്ട്, ഒരു വലുതും ഉണ്ട്. അതൊക്കെ എവിടേക്കോ ഞാൻ കൊണ്ടുപോയി വെച്ചേക്കുവാണ്. നല്ല അടിപൊളി സാധനം. ഞാൻ ഫുൾ ഗ്യാരണ്ടി വരുന്നു, നിങ്ങൾ മേടിച്ചോ കേട്ടോ. ഈ സാരികളൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എല്ലാം അവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ഓരോ സെപ്പറേറ്റ് ബാഗിലൊക്കെ ആയിട്ട് കൊണ്ടു. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇവിടെ വെക്കാൻ എനിക്ക് സ്ഥലമില്ല. ഞാൻ അതിന് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. ഞാനില്ലാത്ത സമയത്ത് ഇവരെല്ലാം എൻ്റെ സ്ഥലങ്ങൾ കയ്യേറിയായിരുന്നു. ഇനി അതിനുള്ള പരിപാടി കണ്ടുപിടിക്കണം. ചെരുപ്പുകൾ, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ചെരുപ്പാട്ടോ. ഞാൻ ആദ്യം കാണിച്ച വൈറ്റ് ചെരുപ്പ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. എന്നാൽ അടിപൊളി സാധനം. അങ്ങനെ കുറേ നാൾ കൂടി അലക്കാനായിട്ട് എൻ്റെ കമ്പിളി വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.